നമസ്കാരം. ഈ ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഗതി നിർണായകമായി മാറിയ ചിത്രമാണ്. വമ്പൻ ചർച്ച. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ BP ദീപു എടുത്ത് പ്രസിദ്ധീകരിച്ച ചിത്രം. നിയുക്ത MLA മാരുടെ പിന്തുണ അറിയുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് വന്ന AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്. അങ്ങനെ കോൺഗ്രസിലെ 63 MLA മാരെയും മൂപ്പരെ വിളിച്ച് ഓരോരുത്തരെയായി കണ്ടു, സംസാരിച്ചു. അവർ പറഞ്ഞ നേതാവിൻ്റെ പേരിങ്ങനെ എഴുതിയെടുത്തു. അവരിൽ പലരും അവിടെ ഒന്ന് പറഞ്ഞ് പുറത്തു വന്ന് മറ്റു ചില ആളുകളുടെ പേരുകളിലേക്കുള്ള സൂചനകളായിട്ടാണ് റിപ്പോർട്ടർമാരോട് സംസാരിക്കുക. കാരണം എല്ലാ നേതാക്കന്മാരെയും തൃപ്തിപ്പെടുത്തി കൂടെ നിർത്തണമല്ലോ. എന്നാൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുകുൾ വാസ്നിക് ഓരോരുത്തരും പറഞ്ഞ പേരൊക്കെ എഴുതിയ പേപ്പറും പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഇന്നത്തെ പത്രത്തിൽ അടിച്ചിട്ട് നാട്ടുകാരെ അറിയിച്ചു. 63 പേരുടെയും വിശദാംശങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിലും ഒരു പേജൊക്കെ ഗംഭീരമായി കാണാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് സന്ദീപ് വാര്യർ പുറത്തു വന്ന് പറഞ്ഞത് ആരുടെയും പേര് പറഞ്ഞില്ല, നിഷ്പക്ഷനാണ് എന്നാണ്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ സണ്ണി ജോസഫും സന്ദീപ് വാര്യരും ഒക്കെ പാലിച്ച നിഷ്പക്ഷതയെക്കുറിച്ച് വാർത്തയുണ്ട്. എന്നാൽ സംഗതി എന്താ? ഈ ചിത്രം പറയും. അതിലതാ സന്ദീപ് വാര്യർ KC എന്നെഴുതിയിട്ട് കാണുന്നില്ലേ ഒരു കോളത്തിൽ? എന്തിന്? നമ്മുടെ ചെന്നിത്തലയുടെ അടുത്ത അനുയായിയായി നാട്ടുകാരെല്ലാം കണക്കാക്കുന്ന IC ബാലകൃഷ്ണൻ വരെ KCൻ്റെ പേരാണ് പറഞ്ഞത്. രണ്ടാമതായി RC എന്നും പറഞ്ഞിട്ടുണ്ട്. അതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം RCനെയും സമാധാനിപ്പിക്കണമല്ലോ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പൊതുവായി പറഞ്ഞത് ഞാൻ നിഷ്പക്ഷനാണ്, ആരായാലും അംഗീകരിക്കാൻ തയ്യാറായി KPCC നിൽക്കുകയാണ്, ഞാൻ നിൽക്കുകയാണെന്നാണ്. എന്നാൽ മൂപ്പർ ആദ്യം പോയിട്ട് KCൻ്റെ പേര് പറഞ്ഞു. സജു ജോസഫ് KC, TO മോഹനൻ KC, ഉഷാ വിജയൻ KC, T സിദ്ദിഖ് KC, ഇങ്ങനെ പോകുന്നു ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളുടെ പേരുകളുടെ പിന്തുണ പട്ടിക. എന്തായാലും ഞായറാഴ്ച മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് AICC പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്ന സർപ്രൈസ് എന്തായിരിക്കും? തെരഞ്ഞെടുപ്പിന് നയിച്ച ആളെന്ന നിലയിൽ VD സതീശൻ ഒരു സ്വാഭാവികമായ ചോയ്സ് ആയിട്ട് വരുമോ? കോൺഗ്രസിൻ്റെ പതിവ് രീതി വെച്ച് MLA മാരുടെ ഭൂരിപക്ഷത്തിൻ്റെ മാനദണ്ഡം സ്വീകരിക്കപ്പെടുമോ? അതുവഴി KC വരുമോ? അതുമല്ലെങ്കിൽ ഉള്ളതിൽ കൂടുതൽ പേരുടെ പിന്തുണയുള്ള സതീശനേക്കാൾ MLA മാരും സീനിയോറിറ്റിയും ഒക്കെ കൂടുതലുള്ള രമേശ് ചെന്നിത്തലയെ പരിഗണിക്കോ? അതൊന്നുമല്ല, താനില്ലെങ്കിൽ മറ്റാരും വേണ്ട എന്ന് പറഞ്ഞ് KCക്ക് ആകാൻ പറ്റുന്നില്ലെങ്കിൽ നാലാമതൊരാൾ വരട്ടെ എന്ന് വിചാരിച്ച് KCയുടെ സമ്മർദ്ദത്തിൽ പുതിയ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമോ? ആകപ്പാടെ ആശങ്കയും ആകാംക്ഷയൊക്കെയാണ്. ഓരോ പക്ഷവും പുറത്തുവിടുന്ന MLA മാരുടെ പിന്തുണ കണക്കാണ് ഒരു ഭാഗത്ത് അടുത്തതായി ചർച്ചയാവുന്നത്. നിലവിലെ 63 പേരുടെ പിന്തുണയെക്കുറിച്ചുള്ള ചർച്ചകൾ. ഓരോ ഗ്രൂപ്പും പുറത്തുവിട്ട കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. KC പക്ഷം 47 പേർ പിന്തുണക്കും എന്ന് അവകാശപ്പെടുന്നു. ചെന്നിത്തല 23, VD സതീശൻ 35 പേരുടെ പിന്തുണ അവകാശപ്പെടുന്നു. ആകെ കണക്കൂട്ടി നോക്കുമ്പോൾ 140ൻ്റെ അപ്പുറത്തെത്തും ഈ കണക്ക്. അവരവരെ പിന്തുണക്കുന്നതും എതിർക്കുന്നതുമായി മാധ്യമങ്ങൾ താല്പര്യങ്ങൾക്കനുസരിച്ച് കണക്കും ആവേശവും നൽകി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നും ഉണ്ട്. അവതാരകരൊക്കെ ഓരോരുത്തരുടെ പ്രതിനിധികളായിട്ടാണ് വാദിക്കുന്നത്. എന്നാൽ മുകുൾ വാസ്നിക്കിൻ്റെ പേപ്പർ പുറത്തു വന്നതോടെ സംഗതി അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. KCക്ക് തന്നെയാണ് പുറത്തു വന്ന വിവരങ്ങളിൽ കൂടുതൽ പേരുടെയും പിന്തുണ. സതീശനൊപ്പം എന്ന് വാദിച്ച നമുക്ക് മുന്നിലൊക്കെ അങ്ങനെ പറയാൻ വെമ്പിക്കൊണ്ടിരുന്ന സന്ദീപ് വാര്യർ പോലും അകത്ത് KCക്കാണ് പിന്തുണ കൊടുത്തത് എന്നാണ് സതീശൻ പക്ഷത്തെ ഞെട്ടിച്ചത്. കുറിപ്പ് പുറത്തു വന്നതോടെ സന്ദീപ് വാര്യർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉരുണ്ട് കളിക്കേണ്ടി വന്നു. പുറത്തു വന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലോ അതെന്ത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഞാൻ ഇത്ര പറയുന്നു. അല്ല, ആ ചിത്രത്തിൽ എന്താണ് എഴുതിയതെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇത് പറയുന്നു. അതൊരു ഞാൻ പറയും, നിങ്ങൾ ആ പുറത്തു വന്ന ചിത്രത്തിന്റെ വസ്തു എന്താണെന്ന് സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരം ഒരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട് എന്നാണ് KC ഗ്രൂപ്പിന്റെ വാദം. കേരളം അങ്ങോളം ഇങ്ങോളം VD സതീശനായി പൊട്ടിപ്പുറപ്പെട്ടതും പുറപ്പെടുവിക്കുന്നതുമായ പ്രകടനങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക ഘടകങ്ങളുടെ നേതൃത്വത്തിലാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. മലബാറിലാണ് കൂടുതലും നടന്നത്, മധ്യ കേരളത്തിലും ചിലയിടത്തുണ്ടായി. എന്നാൽ ആലപ്പുഴയിൽ KCക്കെതിരായ നീക്കങ്ങൾ തുടക്കത്തിലെ അനുയായികൾ നുള്ളിക്കളഞ്ഞു. തലസ്ഥാനത്ത് ഇതാ ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്നു അത്രേ. ഇരിക്കൂറിന് പകരം ആലപ്പുഴ തെരഞ്ഞെടുത്ത് മത്സരിച്ച് വിജയിക്കാൻ കഴിയുമെന്നാണ് KCയുടെ ഗ്രൂപ്പിൻ്റെ വാദം. AD തോമസിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാമെന്നും രണ്ടിടത്തും അങ്ങനെ വിജയിക്കാമെന്നും അവർ കണക്കൂട്ടുന്നു. എന്നാൽ KCയോ നേരത്തെ ലോക്സഭയിലേക്ക് വേണ്ടി രാജ്യസഭാംഗത്വം രാജിവെച്ച് അത് BJPക്ക് കൊടുത്തു എന്നാണ് എതിരാളികളുടെ ആരോപണം. ഇപ്പോൾ നിയമസഭയിലേക്ക് വേണ്ടി ലോക്സഭാംഗത്വം രാജിവെച്ചാലോ? അവിടെ തെരഞ്ഞെടുപ്പ് വേണം. KCക്ക് വേണ്ടിയുള്ള നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് വേണം, 2 എണ്ണം. അത് രണ്ടും VD ആരാധകർ പിടിച്ച് തോൽപ്പിക്കുമോ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഏഷ്യാനെറ്റും മീഡിയ വണ്ണും എല്ലാം കൂടി എതിരെ അണിനിരക്കുമോ?
ആകപ്പാടെ ആശങ്ക തന്നെയാണ് അവിടെയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗ് മുതൽ സകല ഘടകകക്ഷികളും സതീശന് വേണ്ടി കൈമെയ് മറന്ന് രംഗത്തുണ്ട്. എന്നാൽ സതീശനെ പിന്തുണക്കാത്തവർ അല്ലെങ്കിൽ KCയെ പിന്തുണക്കുന്നവർ പരസ്യമായി പറയാൻ മടിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. സതീശൻ അനുകൂല മാധ്യമങ്ങൾ അവരെ കൈകാര്യം ചെയ്യും എന്നതുകൊണ്ടാണത്. ഒരു രസകരമായ സംഭവം ഇന്നലെ ഉണ്ടായത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ ലീഗ് ഇങ്ങനെ നിരന്തര അഭിപ്രായം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട, സതീശൻ വേണം KC വേണ്ട എന്നെല്ലാം പറഞ്ഞ് ലീഗുകാരുടെ നേതൃത്വത്തിൽ UDF പ്രകടനങ്ങൾ നാടുനീളെ അരങ്ങേറുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്യു കൊൾനാടൻ പ്രതികരിച്ചു കളഞ്ഞു. മാത്യു പറഞ്ഞു, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ലീഗ് പറയണ്ട, ഞങ്ങൾ ലീഗിൻ്റെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെയോ നേതാവിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ലല്ലോ, അത് മര്യാദയല്ലല്ലോ എന്ന് ചോദിച്ചു. അതോടെ സതീശൻ അനുകൂലികൾ പ്രക്ഷുബ്ധരായി. ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മീഡിയ വൺ വരെ കുഴൽനാടനെതിരെ തിരിഞ്ഞു. ലീഗുകാർ കുഴൽനാടനെതിരെ തെരുവിൽ രംഗത്തിറങ്ങി. ആകപ്പാടെ കുഴപ്പമാണ്. രസകരമായത് ചാനൽ രോഷമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ കുഴൽനാടനെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല എന്ന നിരാശ വിനു വി ജോൺ പങ്കുവച്ചു. ഇന്നലെ വരെ കുഴൽനാടൻ എത്ര സഹായിച്ചതാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്കെതിരെ അപവാദ കഥകൾ കോടതികൾ എടുത്ത് കൊട്ടയിലിട്ടപ്പോഴൊക്കെ പ്രൈം ടൈമിൽ കുഴൽനാടന് വേണ്ടി നീക്കിവെച്ചു. എന്നിട്ടൊടുക്കം കാര്യം വന്നപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പോരാട്ടത്തിൽ VD സതീശനൊപ്പം നിലകൊള്ളാതെ വേറെ KCക്കൊപ്പം നിലകൊള്ളുന്നു. എന്തൊരു മാറ്റമാണ് കുഴൽനാടന് എന്നായിരുന്നു വിനു വി ജോൺ പൊട്ടിത്തെറിച്ചത്. മാത്യു കുഴൽനാടനൊക്കെ എത്ര മാറിക്കഴിഞ്ഞു. ഉന്നയിച്ച ഓരോ ആരോപണങ്ങളിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് നേതാക്കളിൽ നിന്ന് പോലും പിന്തുണ ഇല്ലാതിരുന്നപ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണ തേടി ആ പിന്തുണ മൂലം തൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച ആളാണ്. അത് കഴിഞ്ഞ് മീഡിയ വണ്ണിൽ പോയപ്പോൾ കുഴൽനാടൻ ഏകദേശം സംഘിപ്പട്ടത്തിന് യോഗ്യനായ മട്ടായി. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? പ്രശസ്ത സുന്നി പണ്ഡിതൻ ജവാബ് മുസ്തഫാബി ഇതൊക്കെ കണ്ട് അന്തിച്ച് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് രസകരമാണ്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: അവസാനത്തെ CPM-കാരനും സംഘി പട്ടം ചാർത്തി കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ജമായത്തെ ഇസ്ലാമി തങ്ങളുടെ അടുത്ത ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തങ്ങളുടെ മതരാഷ്ട്രവാദത്തിന് മുന്നിൽ നമ്രശിരസ്കനായി കുനിഞ്ഞു നിൽക്കാത്ത സർവ്വ കോൺഗ്രസുകാർക്കും ഹീറ സെൻറ്ററിൽ നിന്നും ചാപ്പകളടിച്ച് വിതരണം തുടങ്ങിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല സംഘിയും മാത്യു കൊൾനാടൻ ക്രിസംഘിയുമായി ജമായത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. T സിദ്ദിഖിന് കാഫിർ അല്ലെങ്കിൽ മുനാഫിർ പട്ടം വൈകാതെ പ്രതീക്ഷിക്കാം. ഒരു കാര്യം ആണയിട്ട് പറയുന്നു, ലീഗും കോൺഗ്രസും തകർന്ന് തരിപ്പണമായി നാരായണക്കല്ല് കണ്ട ശേഷമേ ഈ ബാധ ഇനി UDF-നെ ഒഴിഞ്ഞു പോകൂ. കൊണ്ടു നടന്നതും നീയെ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ. എന്തായാലും ഇനി അനുഭവിച്ചേ മതിയാവും. ഹൈക്കമാൻഡാണോ ശൂറയാണോ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് എന്ന തർക്കമൊക്കെ കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ട നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാരോട് സഹതാപം മാത്രം. തളരരുത്, ഈ ഇരുണ്ട കാലവും നമ്മൾ അതിജീവിക്കും ഇൻഷാ അള്ളാ എന്നാണ് ജവാബ് മുസ്തഫാബി എഴുതിയത്. ഇത്രകാലം ജമായത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരൊക്കെ സംഘികളായി. ഇനി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VD സതീശനെ പിന്തുണക്കാത്തവരൊക്കെ സംഘികളാകും എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എഴുത്തുകാരൻ T പത്മനാഭൻ KC വേണുഗോപാലിന് വേണ്ടി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുക ശ്രീ വേണുഗോപാലിനാണ്. പത്മനാഭനെ കുറിച്ച് ഇനി മീഡിയ വണ്ണിൽ സംഘിപ്പട്ട ചാർത്തൽ ചർച്ചയുണ്ടാകുമോ നമുക്കറിയില്ല, കാത്തിരിക്കാം. എന്തായാലും കോൺഗ്രസ് അനുകൂല സാംസ്കാരിക നായകരൊക്കെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തെഴുതി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. നടൻ സിദ്ദിഖ്, ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ തുടങ്ങിയ വലിയ നിര സതീശനൊപ്പമാണ്. സിദ്ദിഖിൻ്റെ ഒക്കെ രോഷം കണ്ടപ്പോൾ ഇനിയിപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതി ദിലീപ് കൂടിയേ ബാക്കിയുള്ളൂ. ഈ ദിലീപ് ഒരു രഹസ്യ ഫാക്സ് ഉടൻ അയക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. ദിലീപിൻ്റെ പേരിൽ വല്ല ഫ്ലക്സൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആകെ മൊത്തം കലങ്ങി മറിയുകയാണ്. സതീശന് വേണ്ടി അണിനിരക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, മറ്റ് MLA-മാരുടെ പിന്തുണ മറുഭാഗത്ത്, ചെന്നിത്തലയിൻ്റെ ഇടയിൽ ഹിന്ദുത്വ ചാപ്പയും സാംസ്കാരിക കത്തും ഒക്കെ കഴിഞ്ഞ് നേരെ പോകുമ്പോൾ മറ്റൊരു കോമഡി അപ്പുറത്തുണ്ട്. ഹൈക്കമാൻഡിന് മുന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ VD സതീശൻ നടത്തിയ നരേന്ദ്രമോദിയുമായുള്ള തന്നെക്കുറിച്ചുള്ള താരതമ്യമാണ്. സ്വയം നരേന്ദ്രമോദിയോട് താരതമ്യം ചെയ്ത് അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയെക്കുറിച്ച് അളന്നു. ഭരണപരിചയമില്ല എന്ന ആരോപണത്തെ മറികടക്കാൻ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായതും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായതും പരിചയം ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് സതീശൻ്റെ വാദം. അവരൊക്കെ നല്ല മികവുറ്റ ഭരണാധികാരിയായിരുന്നു എന്നാണല്ലോ ആ വാദത്തിൻ്റെ ഉന്നം. അതുകൊണ്ട് താനും മുഖ്യമന്ത്രിയാവുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശം. അത് BJP-യിലടക്കം ദേശീയ തലത്തിൽ പ്രചരണ വിഷയമായി. VD സതീശൻ നരേന്ദ്രമോദിയെ പ്രശംസിച്ചു എന്ന മട്ടിൽ ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുന്നതും അതാണ്. ഉദാഹരണമായി എടുത്ത താരതമ്യം രണ്ടും എതിരാളികളുടേത് മാത്രം എന്നല്ല. VS താരതമ്യം വേണമെങ്കിൽ സഹിക്കാം, ഇന്ത്യ മുന്നണിയിലാണല്ലോ CPM. എന്നാൽ മോദി താരതമ്യം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും കോൺഗ്രസിന് എന്ന് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് ആ കുരുക്ക് അവർ കാണുന്നുണ്ട്.
ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിനായുള്ള നിരീക്ഷകരുടെ വരവും പരിശോധനയും പോക്കുമൊക്കെ. എന്തായാലും ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി ആര് എന്നറിയാം എന്നാണ് ഡൽഹി കുറിപ്പുകൾ കാണിക്കുന്നത്. അതിനു മുമ്പായി സമ്മർദ്ദം കനപ്പിക്കാൻ വി.ഡി. സതീശൻ അനുകൂലികൾ അതിവേഗത്തിൽ വലിയ പ്രകടനങ്ങളിലേക്ക് കടക്കുന്നു. തലസ്ഥാനത്തടക്കം ശക്തി പ്രകടനം. അതുവഴി ഞായറാഴ്ചത്തേക്കുള്ള തീരുമാനത്തെ ജനപിന്തുണ സതീശനെ എന്ന് ബോധ്യപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിയേക്കും. പ്രതിസന്ധി കനത്താൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കമുള്ള ഫോർമുലയാണ് വി.ഡി. സതീശനെ കാത്തിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി, സതീശനും ചെന്നിത്തലയ്ക്കും വീതം വെച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനവും സുപ്രധാന വകുപ്പും എന്ന പാക്കേജ്. 2 ദിവസം മുമ്പ് ന്യൂസ് അറ്റ് ഹൗസ് റിപ്പോർട്ട് ചെയ്ത അതേ പാക്കേജ്. അനുകൂല പ്രകടനങ്ങളും MLA-മാരുടെ പിന്തുണയും മറ്റ് താല്പര്യങ്ങളും എല്ലാം നിൽക്കുമ്പോൾ പരിഹാര പാക്കേജ് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നതും ആശങ്കയിലാണ്. എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.